ശനിയാഴ്ച രാത്രി ഒരു റിസപ്ഷൻ അറ്റൻഡ് ചെയ്ത് നേരെ വിട്ടു ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി കാണാനായിട്ട്. കുറേ നാളിന് ശേഷം ദിലീപേട്ടൻ്റെ ഒരു നല്ല പടം കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കുറേ ചിരിച്ചു. സൺഡേ ഒരു 8 മണിക്ക് എഴുന്നേറ്റ് നേരെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. കാരണം ഇന്ന് നമുക്ക് മാതാജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതെന്ന് കാണിച്ചുതരാം. ആദ്യം തന്നെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ആൻഡ് നട്ട്സ്, ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലിംഗ് ബാഗ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ബ്രാൻഡാണ് സൂക്കിൻ്റെ ഒരു സ്ലിംഗ് ബാഗാണ് നമ്മൾ അമ്മയ്ക്ക് വാങ്ങിച്ചത്. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞാനിത് അടിച്ചു മാറ്റുന്നു. ഒരിക്കലും ഇല്ല ഗൈസ്, കാരണം എനിക്ക് സൂക്കിൻ്റെ ബാഗ് ഓൾറെഡി ഉണ്ട്. അമ്മയ്ക്കായിരുന്നു ഒരു സ്ലിംഗ് ബാഗിൻ്റെ കുറവുണ്ടായിരുന്നത്, അത് നമ്മളങ്ങ് നികത്തി കൊടുത്തു. പിന്നെ ഇതേ ഒരു കോഫി മഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് നമ്മളൊരു ബ്രേസ്ലെറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മമാരെയൊക്കെ ഓർക്കാനായിട്ട് ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യം ഉണ്ടോ ശരിക്കും? കാരണം എല്ലാ ദിവസവും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്ക് അമ്മ എന്നാണ്. അമ്മയെന്ന് വിളിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വിളിക്കുമ്പം വിളി കേൾക്കാനായിട്ട് ആളില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഒരു 2 വർഷത്തിന് മുകളിലായിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ അമ്മ എവിടെയും പോയിട്ടില്ല, ഇൻവിസിബിളായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം കാണുന്നുണ്ട്. അമ്മയുടെ ബ്ലെസ്സിങ്ങിലൂടെയാണ് എൻ്റെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അമ്മേനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ഗാർഡനിങ്ങിൻ്റെ കുറച്ച് പെൻഡിങ് പരിപാടികളുണ്ടായിരുന്നു. രോഹിത്തും അമ്മയും ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ലാവിക്കും നല്ല മടിയായത് കാരണം ലാവി കൂട്ടിക്കയറി സേഫായി. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനും സേഫായി. പിന്നെ ആകെയുള്ളത് ലിയോ ആണ്. ലിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണിസ്ഥലത്ത് പോയി നോക്കുന്നുണ്ട്. എന്നാലും ലിയോ കുറച്ചൊക്കെ രോഹിത്തിനെ സഹായിക്കുന്നുണ്ട്. ഞാനും ലാവിയാണ് മൈൻഡ് പോലും ചെയ്യാത്തത്. പക്ഷേ ലാവിക്ക് വെറുതെ ഇരിക്കാനും ഇഷ്ടമില്ല, പണിയെടുക്കുന്നതും ഇഷ്ടമില്ല. അതുകൊണ്ട് ലാവി ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാവിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഹിത്ത് അവിടെ വന്നിരിക്കണം. രോഹിത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ രോഹിത്താണെങ്കിൽ ഇരിക്കുന്നുമില്ല. രോഹിത്ത് ഫുൾ ബിസി ആണല്ലോ. അപ്പോൾ ലാവിനെ മൈൻഡ് ചെയ്യാനും രോഹിത്തിന് സമയമില്ല. അങ്ങനെ ആകെ മൊത്തം ലാവി ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കരുതി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോവാം, അപ്പോൾ കുറച്ച് ടൈം പോകുമല്ലോ എന്ന്. പക്ഷേ എവിടെ ലൈവ് പോയാൽ ഞാൻ ചമ്മിന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. കുറച്ച് നേരമൊക്കെ അവർ ലൈവിൽ നിന്നു. പിന്നെ അവരങ്ങ് സ്ഥലം വിട്ടു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ലൈവ് എൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നേരെ ഉച്ചയായി. ഇനി ഇവർക്ക് ചോറൊക്കെ കൊടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ലിയോ ലാവിയുടെ പുതിയ ഷെഫ്. എങ്ങനെയുണ്ട്? ഷെഫിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കൊള്ളാമല്ലേ? നല്ല വെയിലാണ്, അതുകൊണ്ടാണ് തൊപ്പിയൊക്കെ വെച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചോറ് കൊടുക്കാൻ നേരത്ത് ലിയോന് ചെറിയൊരു വാശി, ലിയോ ഒന്ന് ചോറ് കഴിക്കില്ല. അപ്പം പിന്നെ ചോറ് വാരി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് വൈകുന്നേരം ഇതേ ഇങ്ങനെ അവിടെ അങ്ങോട്ട് ഇരുന്നു. സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു. ഇനി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ സൺഡേ.